ഗുരു ഓം. നടരാജഗുരുവിൻ്റെ ആത്മാവിഷ്കാരമായ ഓട്ടോബയോഗ്രഫി ഓഫ് എൻ അബ്സല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം തർജിമ, അധ്യായം 10, അദ്വൈതാശ്രമത്തിൽ, ഭാഗം 3. ടാഗോറിനെ ക്ഷണിക്കുന്നു എന്ന ഉപാധ്യായം. മഹാകവി രവീന്ദ്രനാഥ ടാഗോർ തെക്കേ ഇന്ത്യ സന്ദർശിക്കുന്നതിനൊരുങ്ങുന്നതായി പത്രങ്ങളിൽ നിന്നറിഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് മഹാകവിയെ ഗുരുവുമായി പരിചയപ്പെടുത്തണമെന്നാണ്. അവരോട് രണ്ടുപേരോടുമുള്ള ബഹുമാനമാണ് ഈ ഉദ്യമത്തിന് എന്നെ പ്രേരിപ്പിച്ചത്. ഗുരുവിന് അന്തർദേശീയ പ്രഖ്യാതിയൊന്നും ഇല്ലായിരുന്നുവെന്നത് ശരി തന്നെ. എന്നാലും ഗുരുവിനുണ്ടായിരുന്ന കീർത്തി മാറ്റുകൂടിയതാണ് എന്ന് തന്നെയല്ല, ഇന്ത്യയിൽ അന്ന് ജീവിച്ചിരുന്ന പ്രഖ്യാതരായ എല്ലാവരുടെയും കീർത്തിയേക്കാൾ വളരെയേറെ മൂല്യമുള്ളതുമായിരുന്നു. വയലിലെ നിസ്സാരമായ ലില്ലി പുഷ്പത്തിനൊരു മാഹാത്മ്യമുണ്ട്. അത് ജാജ്വല്യമാനമായ മധ്യാഹ്ന സൂര്യൻ്റെതിനോളം തന്നെ വിലമതിക്കാനുള്ളതാണ്. ആരാണ് ഏറെ സമാരാധ്യൻ എന്നത് എനിക്കുത്തരം പറയാൻ വയ്യാത്ത ഒരു ചോദ്യമായിരുന്നു. CF ആൻഡ്രൂസിന് ഒരു കത്തെഴുതി. മറുപടി കമ്പി അയക്കാൻ വേണ്ട തപാൽ മുദ്രയും അതിലടക്കം ചെയ്തിരുന്നു. കമ്പിക്ക് പകരം നീണ്ടൊരു കത്താണ് മറുപടിയായി കിട്ടിയത്. ടാഗോറിന് ഗുരുവിനെ കാണാൻ സന്തോഷമാണ്. എന്നാൽ അവരുടെ സമാഗമവേളയിൽ ഞാൻ തന്നെ ദ്വിഭാഷിയായി നിശ്ചയമായും ഉണ്ടാവണമെന്ന വ്യവസ്ഥയും ഉണ്ടായിരുന്നു. അവസാന നിമിഷത്തിൽ ടാഗോർ ആലുവയിലെത്തേണ്ട സമയമായപ്പോൾ അദ്ദേഹത്തിന് അസുഖമായി. അങ്ങനെ യാത്രാപരിപാടിയിൽ മാറ്റം വരുത്തേണ്ടി വന്നു. മഹാകവിയെ സ്വീകരിക്കാനായി റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിന്നു ജനങ്ങൾ കണ്ടത് അദ്ദേഹം വരേണ്ട കമ്പാർട്ട്മെൻറ്റിൽ നിന്നും ഞാൻ ഇറങ്ങി വരുന്നതാണ്. അദ്ദേഹം മംഗലാപുരത്ത് ഒരു ഡോക്ടറെ കാണാൻ പോയിക്കഴിഞ്ഞിരുന്നു. ഗുരുവിനെ സന്ദർശിക്കുന്നത് കുറേ ദിവസം കൂടി കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വരുന്ന സന്ദർഭത്തിലേ സാധ്യമാകൂ. അതും ആലുവയിലല്ല, വർക്കല വെച്ച്. ചരിത്ര പ്രസിദ്ധമായ ആ കൂടിക്കാഴ്ച എന്ന ഉപാധ്യായം. വർക്കലയിലെ ഹരിതകാന്തി കലർന്ന കുന്നുകളും വയൽ പരപ്പുകളെ കടന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികൾക്കും അഭിമുഖമായുള്ള മഠത്തിൻ്റെ വരാന്തയിൽ വെച്ചാണ് ചരിത്രപ്രസിദ്ധമായ ആ സമാഗമം നടന്നത്. ജനസഞ്ചയത്തിന് ഗുരു ചെയ്ത മഹനീയമായ സേവനങ്ങളെ മഹാകവി പ്രശംസിച്ചപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കാത്തതിൽ ഖേദമുണ്ടെന്നാണ് ഗുരു മറുപടി പറഞ്ഞത്. സംഭാഷണം കേൾക്കാനായി ആദരപൂർവം അവിടെ കൂടിയിരുന്ന വൻപിച്ച പുരുഷാരത്തിന് ഗുരുവിൻ്റെ ഈ വാക്കുകൾ ദുർജ്ഞേയമായിരുന്നു. ജനങ്ങളുടെ കണ്ണ് തെളിച്ചു കൊടുക്കണമെന്ന് മഹാകവി പറഞ്ഞപ്പോൾ ഗുരുവിൻ്റെ പ്രത്യുത്തരം അവരുടെ കണ്ണുകൾ തുറന്നു തന്നെ ഇരിക്കുകയാണ്, എന്നിട്ടും കാണുവാൻ അവർക്ക് കഴിയുന്നില്ല എന്നായിരുന്നു. ഇങ്ങനെ ആ സംഭാഷണം കുറേ സമയം നീണ്ടു നിന്നു. പിന്നെ പരസ്പരാഭിവാദനങ്ങൾക്ക് ശേഷം അവർ പിരിഞ്ഞു. നേരത്തെ സമ്മതിച്ചിരുന്നതുപോലെ ദ്വിഭാഷിയായി ഗുരുവിൻ്റെ അടുത്ത് തന്നെ നിൽക്കാൻ ഞാൻ ശ്രമിച്ചു. എന്നാൽ ആളുകളുടെ തിക്കും തിരക്കും ഇത്തരം അപൂർവ സന്ദർഭങ്ങളിൽ ദ്വിഭാഷിയായിരിക്കാനുള്ള വിശേഷാധികാരത്തിൻ്റെ അവകാശികളും കൂടി എന്നെ തള്ളി മാറ്റിക്കളഞ്ഞു. അത്തരം വിശിഷ്ട സ്ഥാനം കൊണ്ട് പൊതുജനങ്ങളുടെ ദൃഷ്ടിയിൽ എനിക്ക് ലഭിക്കാവുന്ന ആദരത്തെ ഞാൻ കാര്യമായി എടുത്തിരുന്നില്ലെങ്കിലും എൻ്റെ വാക്കുപാലിക്കാൻ സാധിക്കാതെ പോയതിൽ ഖേദം തോന്നി. ഈ ലോകത്തിൽ ലാഭമോ അധികാരമോ പ്രശസ്തിയോ കിട്ടാനിടയുള്ള മിക്ക സന്ദർഭങ്ങളിലും ഇത്തരം തള്ളിമാറ്റലുകൾ നടക്കുന്നുണ്ട്. എന്നെപ്പോലെയുള്ള സൗമ്യ പ്രകൃതക്കാർക്ക് പ്രകടമോ അപ്രകടമോ ആയ ഇത്തരം തിരക്കിനെയും മെക്കിട്ട് കയറ്റത്തെയും അതിജീവിച്ച് ഒരവസരം നേടുക സാധ്യമല്ല. ഈ പാഠം ഞാൻ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. എന്നാലും പൊതുക്കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ സ്വീകരിക്കേണ്ട രീതിക്ക് രൂപം നൽകുന്നതിനെപ്പറ്റി ഈ സംഭവം എന്നെ വീണ്ടും ഓർമ്മിപ്പിച്ചു.
അത്തരം രീതി ഏതെന്ന് ഞാൻ നേരത്തെ തീരുമാനിക്കുകയും ഏകദേശമൊക്കെ എല്ലാ കാര്യങ്ങളിലും അത് നടപ്പാക്കുകയും ചെയ്തു കഴിഞ്ഞിരുന്നതാണ്. ടിക്കറ്റ് കൊടുക്കുന്ന ജനാലക്കരികിൽ ഒന്നാമത് കടന്നു ചെന്ന് നിൽക്കാൻ എപ്പോഴും എനിക്ക് ലജ്ജയാണ്. എന്നാലും മര്യാദ വിട്ട ജനക്കൂട്ടത്തിനിടയിൽ പെടുമ്പോൾ പലപ്പോഴും ഞാനത് ചെയ്തിട്ടുണ്ട്. ജീവിതം എല്ലായ്പ്പോഴും ബഹുമാന്യതയുള്ളതല്ലല്ലോ. ഇത്തരം റാഞ്ചൽ അവികസിത രാജ്യങ്ങളിൽ കാണുന്നതിലും ഹീനമായ രീതിയിലാണ് പരിഷ്കൃത രാജ്യങ്ങളിൽ കാണുന്നത്. വികസിത രാജ്യങ്ങളിൽ മാന്യത ഇനിയും അവശേഷിച്ചിട്ടുണ്ട്. ഇരുവശങ്ങളിലേക്കും കൈമുട്ട് നീട്ടി സഹോദര മനുഷ്യനെ പിന്നോട്ട് തള്ളി മാറ്റിക്കൊണ്ട് സ്വന്തം കാര്യം നേടാൻ വേണ്ടിയുള്ള ആ പോക്കുണ്ടല്ലോ, അത് അയോഗ്യമായ ഒരു പ്രവൃത്തിയാണ്. ഈ അപഖ്യാതിയിൽ നിന്ന് ഒഴിവാകാൻ എന്തും സഹിച്ചു പോകും. ഒരുവൻ്റെ ജീവിതം പരാജയങ്ങളുടെ ഒരു പരമ്പരയായി കലാശിച്ചെന്ന് വരാം. എന്നാലും ഒരു സഹോദര മനുഷ്യൻ്റെയും തോളിൽ കയറി നിന്നില്ലെന്ന് വന്നാൽ ആ ഓരോ പരാജയവും കൂടുതൽ കൂടുതൽ മഹിമയുള്ളതായി ഭവിക്കും. ഇതാണ് ജീവിതത്തെ സംബന്ധിക്കുന്ന നിഷേധാത്മകമായ സമീപനം. ഇത് വളരെ ചുരുക്കം പേരെ വിശ്വാസപൂർവം സ്വീകരിക്കുന്നുള്ളൂ. ഇത്തരം സമീപനം സ്വീകരിക്കുന്നതിന് സ്വാംസിദ്ധികമായ ഇതര വീക്ഷണം സ്വീകരിക്കുന്നതിനാവശ്യമായ അത്രയെങ്കിലും ധൈര്യം ആവശ്യമാണ്. ശിഷ്യത്വം പരീക്ഷിക്കപ്പെടുന്നു എന്ന ഉപാധ്യായം. സഹോദര മനുഷ്യനോട് മല്ലിടാനും മത്സരിക്കാനും ആഗ്രഹിക്കാത്തൊരാളെന്ന നിലയിൽ എല്ലാ ആനുകൂല്യങ്ങളിൽ നിന്നും തള്ളി മാറ്റപ്പെട്ടും വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന പരാജയത്തെ ഭാവിയിൽ കണ്ടുകൊണ്ടും ആശ്രമത്തിലെ പക്ഷപാതികളായ അന്തേവാസികളിൽ നിന്നും സ്വന്തം ബന്ധുക്കളിൽ നിന്നും ഒരേ സമയത്ത് ഒറ്റപ്പെട്ടുകൊണ്ടും ഞാൻ എൻ്റെ ആശ്രമ ജീവിതം തുടർന്നു. ഓരോ ദിവസം കഴിയുന്തോറും പ്രതീക്ഷകളെല്ലാം ഒന്നൊന്നായി ശൂന്യമാകുന്നതായി അനുഭവപ്പെട്ടു. ഭാവി ഒരു പ്രത്യാശയ്ക്കും വക നൽകുന്നതായി തോന്നിയില്ല. എന്നാൽ ഞാൻ ഒരിക്കൽ ചെയ്തു കഴിഞ്ഞ ആത്മാർപ്പണം എന്നേക്കുമായുള്ളതായിരുന്നു. ഇത്തരം ദുരന്തഛായയുള്ള ദൃഢനിശ്ചയം എൻ്റെ സ്വഭാവത്തിൻ്റെ തന്നെ ഒരംശമാണ്. അതെനിക്ക് മാറ്റണമെന്ന് വെച്ചാലും മാറ്റാനാവാത്തതാണ്. അങ്ങനെ ഒട്ടേറെ നാളുകൾ വരികയും പോകുകയും ചെയ്തു. എനിക്കൊരു ശോഭനമായ ഭാവി ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് തോന്നി. വ്യക്തമായി ഇതെൻ്റെ മുൻപിൽ എഴുതി വച്ചിരിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. വേണ്ട വിദ്യാഭ്യാസ യോഗ്യതയുള്ള 25 വയസ്സ് കഴിഞ്ഞ ഒരു യുവാവിൻ്റെ ഏറ്റവും വിലമതിക്കപ്പെടേണ്ട ത്യാഗത്തെ അഭിനന്ദിക്കേണ്ടതിന് പകരം എൻ്റെ സഹപ്രവർത്തകർ എന്നെ ഉപേക്ഷിക്കാൻ പോകുന്നു. ഉദ്യോഗ വാഗ്ദാനത്തിൻ്റെ ശബ്ദങ്ങളും എൻ്റെ കാതിൽ കേൾക്കാതിരുന്നില്ല. ദിവസവും പുലർകാലത്ത് പുറത്തുള്ള ഗുൽമങ്ങളിൽ പറന്നു പറ്റിയിരുന്ന് പാടുന്ന വാനമ്പാടിയെപ്പോലെ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള പ്രേമത്തിൻ്റെ സന്ദേശം പരത്തുന്ന ശാരിക പൈതലും അലസമായിരുന്നില്ല. എല്ലാം നിരാശാജനകമായിരുന്നു. എന്നാലും ചുറ്റുപാടുകളുടെ ഈ പ്രതികൂലതയെ ഞാൻ തരണം ചെയ്തു നിന്നു. ഒടുവിൽ അത്യന്തം ക്രൂരമായൊരു താടനം എനിക്ക് ലഭിച്ചതായി തോന്നി. ഞാൻ സർവം സമർപ്പിച്ച ഗുരുവിൽ നിന്ന് തന്നെയാണ് ഇപ്രാവശ്യം അതുണ്ടായത്. ഇതെനിക്ക് സഹിക്കുമായിരുന്നില്ല. എങ്ങനെയാണിത് സംഭവിച്ചതെന്ന് ചുരുക്കി പറയാം. എൻ്റെ ഒരു ശ്യാലനായ ഗോപാലൻ തിരുവനന്തപുരത്ത് നിന്നും ആലുവയിലേക്ക് വരുന്ന വഴി വർക്കലയിൽ ഇറങ്ങി ഗുരുവിനെ കണ്ടു. ഒരു പ്രഭാതത്തിൽ അയാൾ ആലുവയിലെത്തി എന്നെ കണ്ട് സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ ആശ്രമത്തിൽ വെറുതെ സമയം ചെലവഴിക്കുന്നതിൽ ഗുരുവിന് സന്തോഷമല്ല ഉള്ളത് എന്നറിയിച്ചു. ആശ്രമത്തിലെ ബോർഡിങ്ങിൽ കൊടുക്കേണ്ട പണം കൊടുത്തിട്ടില്ല. ബോർഡിംഗ് ഫീസ് മുടക്കിയിട്ടുള്ളവരാരും ഊണ് കഴിക്കാൻ ചെല്ലേണ്ടതില്ലെന്ന് മാനേജർ ഒരു നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് ഞാനത്ര ഗൗനിച്ചതേയില്ല. ഗുരുവിൻ്റെ നിയോഗപ്രകാരം ചെന്ന എൻ്റെ കാര്യം ഭരണക്കാർ എങ്ങനെയെങ്കിലും ക്രമപ്പെടുത്തിയിട്ടുണ്ടാവുമെന്ന് കരുതി ഞാൻ പതിവ് പോലെ ഊണിന് ചെന്നു. ആശ്രമത്തിലെ ഭരണകാര്യങ്ങളിൽ ഏതും ബന്ധപ്പെടാതെ കഴിയുന്ന സർവതന്ത്ര സ്വതന്ത്രനായ ഗുരുവാകട്ടെ ആശ്രമത്തിലെ അധികാരികളുമായി ഞാൻ എന്തെങ്കിലും ധാരണയിൽ എത്തിക്കൊള്ളുമെന്ന് കരുതി വിട്ടിരിക്കുകയാണ്. ഗുരുവിൻ്റെ നിരപേക്ഷ മനോഭാവത്തിൻ്റെയും
മാനേജർമാരുടെ ഉദാസീനതയുടെയും ഒരു സർവതന്ത്ര സ്വതന്ത്രനെന്ന് സ്വയം പരിഗണിച്ചു പോരുന്ന എൻ്റെയും ഇടയ്ക്ക് പെട്ടുപോയ ഈ അനിവാര്യമായ പ്രായോഗിക വശം ആരാലും ശ്രദ്ധിക്കപ്പെട്ടില്ല. ഇവിടെ ഏറ്റുമുട്ടേണ്ടി വന്നത് ഉദാസീനതയും സ്വാതന്ത്ര്യവും തമ്മിലാണ്. ഗുരുവാണെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല. ഗുരുവിൻ്റെ നിലപാട് അദൃഷ്ടമാണ്. കാരണം ഗുരുവിൻ്റെ പ്രകടമായ പ്രേരണ കൊണ്ടൊന്നുമല്ല ഞാൻ ആശ്രമത്തിൽ പ്രവേശിച്ചത്. എല്ലാ കാര്യവും നേരെ നടന്നാൽ ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിനൊരു മുതൽക്കൂട്ടായേക്കാവുന്ന ആളെന്ന നിലയിൽ കർത്തൃത്വം കൂടാതെയാണ് ഗുരു എന്നെ ആശ്രമത്തിലേക്ക് സ്വാഗതം ചെയ്തിട്ടുള്ളത്. അധ്യാത്മവും ഭൗതികവും തമ്മിൽ കൂടിക്കലർന്ന ദുർബലമായ ഈ ചുറ്റുപാടുകളുടെ ഫലമായി ഗോപാലൻ അറിയിച്ച വാർത്ത എന്നെ വേണ്ടതിലധികം ചൊടിപ്പിച്ചു. പിന്നെ ഞാൻ വൈകിയില്ല. അന്ന് തന്നെ എറണാകുളത്തേക്ക് തീവണ്ടി കയറി. അവിടെ നിന്ന് കായൽ വഴി ബോട്ടിൽ യാത്ര ചെയ്ത് ആലപ്പുഴയും പിന്നെ കൊല്ലത്തും എത്തി. അവിടെ നിന്ന് വീണ്ടും തീവണ്ടി കയറിയാണ് വർക്കല എത്തേണ്ടത്. തീവണ്ടി ഓഫീസിൽ നിന്ന് 2 മൈൽ അകലെയുള്ള കുന്നിൻ ചെരിവിലുള്ള ആശ്രമത്തിലാണ് ഗുരുവിൻ്റെ വാസം. എൻ്റെ ആത്മാഭിമാനം ക്ഷതപ്പെട്ടിരിക്കുന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഗുരുവായാലും കൊള്ളാം, അല്ലെങ്കിലും കൊള്ളാം, ഞാനിത് പറഞ്ഞു തീർത്തേ അടങ്ങൂ. പ്രകൃതിയാ ഞാനും ഒരു സർവതന്ത്ര സ്വതന്ത്രനാണെന്നാണ് അഭിമാനിച്ചത്. ഇക്കാര്യത്തിൽ ഉടയ തമ്പുരാനായാലും വിട്ടുകൊടുക്കുക സാധ്യമല്ലെന്ന് തീരുമാനിച്ചു. അതിർ കടന്നൊരു ദുരഭിമാന പ്രമത്തതയുടെ വക്കോളം എത്തിയിരുന്നു ഞാനെന്നത് വാസ്തവമാണ്. എന്നാൽ സത്യസന്ധമായി ആ ചുറ്റുപാടുകളെപ്പറ്റി ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ നിലപാട് ശരിയാണെന്ന് കൂടുതൽ തോന്നി. ഇതേ വിഷയത്തെപ്പറ്റി തന്നെ ചിന്തിച്ചിരിക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലും എൻ്റെ ഹൃദയകാലുഷ്യം ഞാൻ വിഴുങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് യാത്ര ചെയ്തത്. എനിക്ക് അക്കാലത്ത് സാധ്യമായിരുന്ന എല്ലാ ത്യാഗങ്ങളും ഞാൻ ആർക്ക് വേണ്ടി അനുഷ്ഠിക്കാൻ തീരുമാനിച്ചുവോ ആ ഗുരുവിന് എങ്ങനെ എന്നെ ശത്രുക്കളുടെയും ദ്രോഹികളുടെയും ഇടയിലേക്ക് തള്ളുവാൻ സാധിക്കുന്നു? ഞാൻ ധൈര്യപൂർവ്വം ജീവിതത്തിൽ അവലംബിച്ച ആദർശങ്ങൾക്കും എൻ്റെ ദൃഢവിശ്വാസത്തെ ഭഞ്ജിച്ച് കളയുന്ന ചുറ്റുപാടുകൾക്കും ഇടയിൽപ്പെട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കട്ടെ എന്നാണോ ഗുരു കരുതുന്നത്? ബോട്ടിൻ്റെ എൻജിൻ റൂമിനടുത്ത് ഇത്തരം ചിന്തകളിൽ ആമഗ്നനായിരിക്കുമ്പോൾ വേമ്പനാട്ട് കായൽ താണ്ടുവാൻ വേണ്ടി എൻജിൻ ഭഗീരഥ പ്രയത്നം ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ചിന്തയിൽ മുഴുകി നിശ്ചലനായിരുന്നപ്പോൾ ഇരുകരകളിലുമുള്ള തെങ്ങിൻ തോപ്പുകൾ അതിവേഗം കടന്നുപോയിക്കൊണ്ടിരുന്നു. ബുദ്ധിമാന്മാരുടെ ലോകത്തിൽ ഞാൻ മാത്രം വിഡ്ഢിയാണെന്നോ അതോ നേരെ മറിച്ചാണോ? ആശയും ആശങ്കയും നിറഞ്ഞ എൻ്റെ ആന്തരിക ലോകത്തിനും നഗ്നമായ യാഥാർത്ഥ്യങ്ങളുടെ ഈ പ്രത്യക്ഷ ലോകത്തിനും തമ്മിലുള്ള കണക്ക് പറഞ്ഞു തീർക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിന് എൻ്റെ കൈവശമുള്ള ചില്ലറ മതിയാകാതെയാണല്ലോ ഇരിക്കുന്നത്. എത്ര കൂടുതൽ ഞാൻ നിക്ഷേപിച്ചിട്ടും ആ പോരായ്മ അബാധിതമായി തന്നെ അവശേഷിച്ചു. ഗുരു സന്നിധിയിൽ എന്ന ഉപാധ്യായം. മന്ദഗതിയിലുള്ള അന്നത്തെ യാത്രയ്ക്കെടുത്തത് 24 മണിക്കൂറാണോ അതിലധികമാണോ എന്ന് ഓർമ്മയില്ല. എന്നാൽ കൊല്ലത്ത് നിന്നുള്ള തിരുവനന്തപുരം പാസഞ്ചർ ട്രെയിൻ വെളുപ്പിന് 3 മണിക്ക് കടന്നുകൂടിയെന്ന് വ്യക്തമായി ഓർക്കുന്നു. നേരം വെളുക്കുന്നതിന് 1 മണിക്കൂറിലധികമുള്ളപ്പോൾ വർക്കലയിലെത്തിയെന്ന അറിയിപ്പ് കേട്ടു. പറയത്തക്ക ഭാണ്ഡങ്ങളൊന്നുമില്ല. ഒരു ഷർട്ടുള്ളത് ധരിച്ചിട്ടുണ്ട്. കൈവശമുണ്ടായിരുന്ന ചെറിയ പൊതിയുമായി ഇരുട്ടിൽ കൂടി നടന്നു. ആശ്രമത്തിനടുത്തു കൂടി കടന്നു പോകുന്ന തുരപ്പിൻ അടുത്തുള്ള ഉറവയെ ലക്ഷ്യമാക്കിയാണ് യാത്ര. ഉറവയിലേക്കുള്ള പടിയിറങ്ങുമ്പോൾ അബദ്ധത്തിൽ ചവിട്ടിപ്പോയേക്കാൻ ഇടയുള്ള പാമ്പുകൾ കടിക്കുമോ എന്ന ഭീതിയും ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ പാമ്പുകളെല്ലാം എൻ്റെ ഉള്ളിൽ തന്നെയാണ് ചുരുണ്ട് കിടക്കുന്നത്. പടികളിൽ ഒരെണ്ണം പോലും ഉണ്ടായിരുന്നില്ല. ഗന്ധിയായ ഇളം ചൂടുള്ള നിർജ്ജര ജലത്തിൽ കുളി കഴിഞ്ഞു. ഈറൻ മാറാതെ അടിച്ച് നനച്ച കുപ്പായവും കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ട് ഞാൻ നേരെ ഗുരു വിശ്രമിച്ചിരുന്ന പർണശാലയിലേക്ക് ചെന്നു.
ഉഷസ് തൻ്റെ അരുണകിരണങ്ങൾ എമ്പാടും വാരി വിതറുവാൻ ഇനി അരനാഴികയേ ഉള്ളൂ. ഗുരു ഉറക്കം കഴിഞ്ഞ് പുറത്തു വന്നിരിക്കുന്നു. കൂടെ ഒരു മുതിർന്ന അനുയായിയായ കൃഷ്ണനാശാനുമുണ്ട്. അദ്ദേഹവുമായി താൻ തുടങ്ങിവെച്ച പ്രസ്ഥാനത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഗുരു സംസാരിക്കുകയാണ്. ഈറനുടുത്ത് പ്രശ്രയപൂർവം തെല്ലകലെ നിന്ന എൻ്റെ നേരെ ഗുരുവിൻ്റെ നോട്ടം പതിഞ്ഞു. ഗുരുവിനോടുള്ള പരിഭവത്തിൻ്റെയും എതിർപ്പിൻ്റെയും വാക്കുകൾ പൊട്ടിപ്പുറപ്പെടാൻ വേണ്ടി തിങ്ങി വിങ്ങുന്ന എൻ്റെ ഉള്ളിൽ ഒരു ശാന്തിയും ഉണ്ടായിരുന്നില്ല. എൻ്റെ സ്വന്തം തീരുമാനപ്രകാരം മടങ്ങിപ്പൊയ്ക്കൊള്ളുവാൻ ഗുരു നിയോഗിക്കുന്നത് പോലെയും തോന്നി. നേരം വെളുക്കുന്നതിന് മുൻപ് അലക്ഷ്യമായ വേഷത്തിൽ മുന്നിൽ വന്ന് നിൽക്കുന്ന എന്നെ കണ്ട് ഗുരു അത്ഭുതം പ്രകടിപ്പിച്ചു. ഒട്ടും മൗനമായിരുന്ന ശേഷം ഗുരു ചോദിച്ചു, എന്താ കാര്യം? മറുപടി പറയാൻ ഞാൻ ഏതും വൈകിയില്ല. ആശ്രമത്തിൽ നിന്ന് ഞാൻ പൊയ്ക്കൊള്ളണമെന്ന് ഗോപാലനോട് പറഞ്ഞയച്ചത് എന്തെന്ന് ചോദിക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. പൊട്ടിപ്പുറപ്പെട്ടു വന്ന ചിരി അടക്കിക്കൊണ്ട് ഗുരു അടുത്തു നിന്ന ആളിനോട് പറയുകയാണ്, ഇവൻ നമ്മോട് വഴക്കിന് വന്നിരിക്കുകയാണ്. ആ ചിരിയുടെ അർത്ഥം എൻ്റെ മനസ്സിലുള്ളതെല്ലാം ഗുരു അറിഞ്ഞു എന്നാണ്. പിന്നൊന്നും പറയാതെ ഗുരു പതിവുള്ള നടത്തത്തിനും ഉറവയിലെ കുളിക്കുമായി പോയി. ഗുരുവിൻ്റെ ഈ പെരുമാറ്റം ശിഷ്യൻ്റെ സ്ഥൈര്യത്തെ ലഘുവായെന്ന് പരീക്ഷിക്കാൻ ആയിരുന്നു. അതിൻ്റെ പ്രതികരണം അസന്ദിഗ്ധവുമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ 8 മണിക്കാണ് പിന്നെ ഗുരുവിനെ കാണാൻ ചെന്നത്. 1 മണിക്കൂർ കഴിഞ്ഞുള്ള അടുത്ത തീവണ്ടിക്ക് ഞാൻ ആലുവയ്ക്ക് മടങ്ങി പോകുകയാണെന്ന് ഗുരുവിനെ അറിയിച്ചു. അപ്പോൾ ഗുരു എന്നോട് നിർണായകമായ ഒരു ചോദ്യം ചോദിച്ചു. ജീവിതകാലം മുഴുവൻ വീട്ടുകാരോടുള്ള ബന്ധം ഉപേക്ഷിച്ച് കഴിയുവാൻ ഒരുക്കമാണോ? ഞാൻ ദൃഢസ്വരത്തിൽ അതേ എന്നുത്തരം കൊടുത്തു. അത് കേട്ടയുടനെയുണ്ടായ ഗുരുവിൻ്റെ തറപ്പിച്ചുള്ള നോട്ടം എൻ്റെ എക്സ്റേ ഫോട്ടോ എടുക്കുന്നതായി തോന്നി. ആ നോട്ടം എൻ്റെ അന്തരാത്മാവിലേക്ക് പാഞ്ഞു ചെന്ന് അവിടുത്തെ രഹസ്യങ്ങൾ പരിശോധിക്കുന്നതായി എനിക്കനുഭവപ്പെട്ടു. ഉടനെ ആ നോട്ടം പിൻവലിഞ്ഞു. എൻ്റെ വാക്ക് ഗുരു അംഗീകരിച്ചതായി ബോധ്യപ്പെട്ടു. പഴയ സ്ഥാനത്തേക്ക് മടങ്ങിപ്പൊയ്ക്കൊള്ളാൻ എനിക്ക് അനുവാദം നൽകി. യാത്ര വഴങ്ങുന്നതിന് മുൻപ് ഗുരു എനിക്ക് കൃപാപൂർവം പ്രസാദമായി കുറെ വാഴപ്പഴം തന്നു. പതിവുള്ള നമസ്കാരത്തിന് ശേഷം ഞാൻ അവിടെ നിന്ന് പിൻവാങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, ആ പ്രസാദലേശം കഴിച്ചപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഉള്ളിനെ മഥിച്ചുകൊണ്ടിരുന്ന വിഷാദങ്ങളും വിഷമങ്ങളും എന്നേക്കുമായി നിശേഷം ഇല്ലാതായി എന്ന്. ഗുരുവിൻ്റെ കരുണയും അവിടുത്തെ നിരപേക്ഷ ഭാവത്തിന് അനുയോജ്യമായ രീതിയിൽ എൻ്റെ മാത്രം താത്പര്യത്തെ പരിഗണിച്ചുകൊണ്ട് കാട്ടിയ കർത്തൃത്വരഹിതമായ നീതിയും ദിവസങ്ങൾ കഴിയുന്തോറും എനിക്ക് വെളിവായി. ആ ഇടപാടിൻ്റെ 2ാം ഘട്ടം എൻ്റെ നിരപേക്ഷ ജീവിത സരണിയിൽ ലാഭകരമായി കലാശിക്കുന്നത് ഇങ്ങനെയാണ്. അധ്യായം പൂർണ്ണമാകുന്നു. ഗുരു ഓം തത്സത്.